ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2011 ഇറങ്ങിയ ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവെഞ്ചർ എന്ന് പറയുന്ന മൂവിയാണ്. ഈ സിനിമ ഒരേ സമയം ഇമോഷണലുമാണ്, അതേസമയം മാസുമാണ്. ഈ സിനിമയുടെ എക്സ്പ്ലനേഷൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ അവതരണത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ടെന്ന്. എന്നെ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്തിരുന്നവർ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല ഇന്നത്തെ വീഡിയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്റെ പേര് അമിത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. കഥ തുടങ്ങുന്നത് ആർട്ടിക് പ്രദേശത്തുള്ള മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ്. അവിടെ കുറെ ഏജന്റ്സ് എന്തോ ഒരു സാധനം തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് തപ്പി നടന്ന് അവരുടെ ജെട്ടി വരെ ഐസായി. അവര് തപ്പിക്കൊണ്ടിരുന്നത് ഒരു പ്ലെയിൻ ആയിരുന്നു. കുറെ നേരത്തിന് ശേഷം അവസാനം അവർ ആ പ്ലെയിൻ കണ്ടെത്തി. ആ പ്ലെയിൻ ഐസ് മൂടിക്കിടക്കുകയായിരുന്നു. അവരതിലൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് പതുക്കെ അതിന്റെ ഉള്ളിലേക്ക് കടന്നു. അതിന്റെ ഉള്ളിൽ സെർച്ച് ചെയ്തപ്പോൾ അവർ കണ്ടെത്തിയത് ചുവപ്പും നീലയും നിറത്തിലുള്ള ഒരു ഷീൽഡ് ആയിരുന്നു. ഈ ഷീൽഡ് ഒരു ആയുധമായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഈ ഷീൽഡിന്റെ ഉടമ ആരാണെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു അമേരിക്കൻ ഹീറോ ആയിരുന്നു. അവൻ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് അവന്റെ പേര് തന്നെ ധാരാളമായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചത് ക്യാപ്റ്റൻ എന്നാണ്. ക്യാപ്റ്റൻ അമേരിക്ക സിൻസ് 1943. ഇനി കഥ പോകുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലേക്കാണ്. അതായത് 1942 കാലഘട്ടത്തേക്ക്. നോർവേയിലെ ടോൺസ്ബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തോർ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥലത്താണ് ഓഡിനും ഐസോദുരികളും തമ്മിലുള്ള ഒരു യുദ്ധം നടന്നത്. അവിടെയുള്ള ഒരു പള്ളിയുടെ ഉള്ളിൽ ഒരു അപ്പൂപ്പ നിൽക്കുകയായിരുന്നു. ആ അപ്പൂപ്പിന്റെ അടുത്തേക്ക് ഒരാൾ ഓടിക്കേറി വന്നിട്ട് പറയുന്നു, കുറെ പേര് JCB ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, എന്തിനാന്ന് അറിയില്ല. പെട്ടെന്ന് പള്ളിയുടെ ഉൾവശം ഒക്കെ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. എല്ലാ സാധനങ്ങളും ഇങ്ങനെ കിടന്ന് ആടി ഒലഞ്ഞ് ഇളകാനൊക്കെ തുടങ്ങി. ഒരു JCB അതിന്റെ ചുമരിടിച്ചു പൊളിച്ച് ഉള്ളിലേക്ക് കയറി വരുന്നു. അപ്പൂപ്പനോട് ഈ കാര്യം പറയാൻ ഓടിക്കേറി വന്നവൻ തലയിൽ കല്ല് വീണ് തല പൊളിഞ്ഞു ചാവുന്നു. പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്ന 4-5 പേര് കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ശവക്കല്ലറയുടെ മേൽഭാഗം നീക്കാനായിട്ട് ശ്രമിക്കുന്നു. അവര് 4 പേര് ശ്രമിച്ചിട്ടും അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവിടേക്ക് അവരുടെ ലീഡറായിട്ടുള്ള ജോഹാൻ ഷ്മിറ്റ് എന്ന് പറയുന്ന ആൾ കയറി വരുന്നു. 4 പേരും ശ്രമിച്ചിട്ട് നീക്കാൻ പറ്റാതിരുന്ന ആ ശവക്കല്ലറയുടെ മേൽഭാഗം അയാൾ ഒറ്റയ്ക്ക് നീക്കി മാറ്റുന്നു. ശവക്കല്ലറയുടെ ഉള്ളിൽ നോക്കിയപ്പോ അതിൽ അസ്ഥാനത്ത് വാളടിച്ചുകൊണ്ട് വായ പൊളിച്ച് ചത്ത പോലെ ഒരു ശവം കിടക്കുന്നു. ആ ശവത്തിന്റെ കയ്യിൽ എന്തോ ഒരു സാധനം ഇരിക്കുന്നുണ്ട്, ഐസ് കട്ട പോലെയുള്ള ഒരു സാധനം. ജോഹാൻ ഷ്മിറ്റ് ആ സാധനം കയ്യിലെടുക്കുന്നു. എന്നിട്ട് അപ്പൂപ്പനോട് പറയുന്നു, നൈസായിട്ട് എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ, പക്ഷെ ഞാൻ താൻ കരുതുന്ന പോലെ അത്ര മണ്ടനൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഐസ് കട്ട പോലെയുള്ള സാധനം നിലത്ത് വീക്കി പൊട്ടിക്കുന്നു. ഷ്മിറ്റ് അപ്പൂപ്പനോട് പറയുന്നു, ദേ തന്റെ എന്റെ അടുത്ത് ഈ പറ്റിപ്പൊന്നും നടക്കില്ല, മര്യാദക്ക് ഞാൻ തേടി വന്ന സാധനം എവിടെയാണെന്ന് എനിക്ക് കാണിച്ചതാ, ഇല്ലെങ്കിലുണ്ടല്ലോ. അപ്പൂപ്പൻ അയാളെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നു. അപ്പോൾ ഷ്മിറ്റ് പറയുന്നു, തന്നെ കൊല്ലാൻ മാത്രം അത്ര ക്രൂരനൊന്നുമല്ല ഞാൻ, തന്റെ വീട്ടുകാരെ മാത്രമേ ഞാൻ കൊല്ലൂ, അത് വേണ്ടെങ്കിൽ മര്യാദക്ക് സത്യം പറ. എന്തൊക്കെ പറഞ്ഞിട്ടും ആ അപ്പൂപ്പൻ വായ തുറന്നൊരു സത്യം പോലും പറയുന്നില്ല. അപ്പോൾ ജോഹാൻ ഷ്മിറ്റ് എന്തോ മുൻപരിചയമുള്ളതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിമയുടെ അടുത്തേക്ക് പോകുന്നു. പ്രതിമയല്ല, ഒരുതരം കൊത്തുപണിയായിരുന്നു അത്. അയാൾ പതുക്കെ ആ കൊത്തുപണികളിലൂടെ വിരലൊടിച്ചു. എന്നിട്ട് മുന്നേ എവിടെ നിന്നും അറിഞ്ഞതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഒരു പാമ്പിന്റെ രൂപത്തിന്റെ കണ്ണിൽ കുത്തുന്നു. അയാൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പാമ്പിന്റെ കണ്ണി കുത്തിയപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പെട്ടി തുറന്നു വരുന്നു. ആ പെട്ടി അയാൾ പതുക്കെ തുറന്നപ്പോൾ കണ്ണിലേക്ക് നീല പ്രകാശമാണ് അടിച്ചത്. അയാൾ തേടി വന്ന സാധനം അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അയാൾ തേടി വന്ന സാധനത്തിന്റെ പേരാണ് ടെസ്സറാക്ട് ക്യൂബ്. ഈ ടെസ്സറാക്ട് ക്യൂബ് ആണ് തോർ സിനിമയുടെ അവസാനം നിക് ഫ്യൂറി കാണിച്ചു തരുന്നത്. ജോഹാൻ ഷ്മിറ്റ് ഈ ടെസ്സറാക്ട് ക്യൂബ് കൊണ്ടുപോകുന്നതിന്റെ ഇടയ്ക്ക് അപ്പൂപ്പൻ അയാളോട് വിളിച്ചു പറയുന്നു, നീ ഇപ്പോ കൈ പിടിച്ച് കൊണ്ടുപോകുന്ന ഈ സാധനത്തിന്റെ ശക്തി നിനക്ക് നിയന്ത്രിക്കാനാവില്ല, ഇതിന്റെ ശക്തി എന്താണെന്ന് നിനക്കറിയില്ല. എന്നാ എന്റെ ഉണ്ടയുടെ ശക്തി തന്തയ്ക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് തന്തയെ അപ്പൊ തന്നെ വെടിവെച്ചിട്ടിട്ട് ജോഹാൻ ഷ്മിറ്റ് അവിടെ നിന്ന് പോകുന്നു.
ഒരു വർഷം കഴിഞ്ഞു പോകുന്നു. 1943, അതായത് രണ്ടാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അവിടെ യുദ്ധത്തിലേക്ക് പട്ടാളക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കഥയിലെ പ്രധാന നായകനായിട്ടുള്ള സ്റ്റീവ് റോജേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട, നമ്മളുടെ നേരെ കാണുന്ന ആ നത്തോലി പയ്യൻ തന്നെയാണ് ഈ കഥയിലെ പ്രധാന നായകൻ. അവിടെ നിന്നിരുന്ന ഓഫീസർ സ്റ്റീവ് റോജേഴ്സിന്റെ വിവരങ്ങൾ കണ്ട് ഞെട്ടിപ്പോയി. അയാൾ സ്റ്റീവ് റോജേഴ്സിന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, എന്താ മോനെ കാണുന്നേ, നിനക്കില്ലാത്ത അസുഖമൊന്നുമില്ലല്ലോ. ആസ്മ, തലവേദന, മുട്ടുവേദന, മൂത്രത്തിക്കല്ല്, കൃമികടി, കിഡ്നിയിൽ ഹാർട്ട് അറ്റാക്ക്, എന്തൊക്കെ അസുഖമാണ് നിനക്കുള്ളത്? ഏറ്റവും കൂടുതൽ അസുഖങ്ങൾക്കുള്ള ഗിന്നസ് റെക്കോർഡിന് അപ്ലൈ ആയിരുന്നില്ലേ, എന്തായാലും കിട്ടിയേനെ. അപ്പൊ സ്റ്റീവ് ഓഫീസറോട് പറയുന്നു, സാറേ പ്ലീസ്, കുറെ നാളായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഇതുവരെ എനിക്ക് ആർമിയിൽ സെലക്ഷൻ കിട്ടിയില്ല. നമ്മളുടെ രാജ്യത്തിന് വേണ്ടി പോരാടണം എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. സാർ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. അപ്പൊ ഓഫീസർ പറയുന്നു, മോനെ നിന്നെ ഞാൻ രക്ഷിക്കാം. വലത്തോട്ട് നോക്ക്, അവിടെ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടില്ലേ, അതുവഴി നേരെ അങ്ങോട്ട് ഇറങ്ങി പോവാ. എന്നിട്ട് വീട്ടിൽ ചെന്ന് മൂടി പുറച്ച് കിടന്ന് ഉറങ്ങാം. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം നിന്നെ പട്ടാളത്തിലേക്ക് എടുത്താലേ നീ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടാവില്ലേ മരിക്കുന്നത്. അടുത്തുകൂടെ പോകുന്ന വെടിയുണ്ടയുടെ കാറ്റടിച്ചിട്ടാവും നീ ചാവുന്നത്. മോൻ തൽക്കാലം ഇപ്പൊ സ്ഥലം കാലിയാക്ക്. സ്റ്റാൻഡ് വിട് പോ. സ്റ്റീവ് വളരെ നിരാശനായിട്ട് അവിടെ നിന്ന് മടങ്ങുന്നു. ഇതവന്റെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ അനുഭവമൊന്നും ആയിരുന്നില്ല. എണ്ണാനാവാത്തത്ര പ്രാവശ്യം അവൻ ഇങ്ങനെ റിജക്ട് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ട്? അവന്റെ ബോഡിയിലെ പോരായ്മകൾ കൊണ്ട്. പക്ഷെ അവന്റെ മനസ്സ് എന്നും കരുത്തുള്ളതായിരുന്നു. ചുരുക്കി പറഞ്ഞ സ്റ്റീവ് റോജേഴ്സ് ഒരു മുടിഞ്ഞ രാജ്യസ്നേഹിയായിരുന്നു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് സ്റ്റീവ് റോജേഴ്സ് ഒരു തിയേറ്ററിലിരുന്ന് രാജ്യസ്നേഹം തുളുമ്പുന്ന ഒരു പടം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ആകാംക്ഷയിൽ രോമാഞ്ചമൊക്കെ അടിച്ചിട്ടായിരുന്നു സ്റ്റീവ് ഈ പടം കണ്ടുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയ്ക്ക് തിയേറ്ററിന്റെ മുൻഭാഗത്ത് കിടന്ന് ഒരുത്തൻ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പൊളിഞ്ഞ പടം ആരെങ്കിലും ഒന്ന് മാറ്റോ, എന്നിട്ട് ഒമർലുലുവിന്റെ അടാർല വീട് എന്നൊക്കെ പറഞ്ഞ് മുമ്പിലിരിക്കുന്നവൻ ഭയങ്കര സീനാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം സഹിക്കാൻ പറ്റാതെ സ്റ്റീവ് അയാളോട് പറയുന്നു, എന്റെ പൊന്നു ചേട്ടാ, ചേട്ടനെ അലമ്പുണ്ടാക്കണമെങ്കിലേ തിയേറ്ററിന്റെ പുറത്തു പോയി അലമ്പുണ്ടാക്ക്. ഞങ്ങൾ കുറെ പേര് ഇവിടെ മാന്യമായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുക. മുന്നിൽ കിടന്ന് അലമ്പുണ്ടാക്കിയവന് സ്റ്റീവിന്റെ ഡബിൾ സൈസ് ഉണ്ടായിരുന്നു. അവൻ കലിപ്പായി. എന്നിട്ട് സ്റ്റീവിന്റെ മുന്നിലേക്ക് എണിറ്റ് നിന്നു. എന്നിട്ട് ഇതൊക്കെ പറയാൻ മോനാരാണാവോ എന്ന് ചോദിക്കുന്നു. ഒരു ഫൈറ്റ് നടക്കാൻ പോവാണെന്ന് സ്റ്റീവിന് മനസ്സിലായി. സ്റ്റീവ് അയാളോട് പറയുന്നു, വെറുതെ തിയേറ്ററിന്റെ ഉള്ളിൽ വെച്ചൊരു ഫൈറ്റ് വേണ്ട, നമ്മൾക്ക് പുറത്തേക്ക് പോവാം. അവിടെ വെച്ച് എന്നെ കൊതി തീരുന്നവരെ കുനിച്ചു നിർത്തിയിടിക്കാം. എന്റെ വായിൽ നിന്ന് ഒച്ച വരാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം. കമോൺ. ചുമ്മാ പറഞ്ഞാണ് ഗൈസ്. സ്റ്റീവ് അങ്ങനെയൊന്നും പറയുന്നില്ല. മുന്നിൽ കലിപ്പായി നിന്നവൻ സ്റ്റീവിനെ കൊണ്ട് പുറത്തേക്ക് പോകുന്നു. പിന്നെ അവിടെ നടന്നത് പക്ഷെ ഇവിടെ ഒരു മെയിൻ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അത് സ്റ്റീവിന്റെ മനക്കരുത്ത് തന്നെയാണ്. എത്ര വട്ടം എത്ര ഇടി കൊണ്ടിട്ടും നിലത്ത് വീണിട്ടും പിന്നെയും തന്നെ ഇടിച്ച ആളുടെ മുന്നിലേക്ക് എണീറ്റ് നിന്ന് നീ എന്നെ എത്ര വേണമെങ്കിലും ഇടിച്ചോ, പക്ഷെ എനിക്കിത് ഈ ദിവസം മുഴുവൻ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടെയായിരുന്നു സ്റ്റീവ് നിന്നത്. തിരിച്ചടിക്കാൻ പലവട്ടം ശ്രമിച്ചു. പക്ഷെ അവന്റെ ശരീരം ചെറുതായതുകൊണ്ട് അവൻ അടി കൊള്ളാനേ പറ്റിയുള്ളൂ. എന്നിട്ടും അവൻ തളരാതെ പിന്നെയും എണീറ്റ് നിന്നു. ഐ ക്യാൻ ഡു ദിസ് ഓൾ ഡേ. അതായത് എന്നെ കൊണ്ട് ഈ ദിവസം മുഴുവൻ ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റീവ് ഓരോ വട്ടവും എണീറ്റ് നിൽക്കുന്നത്. സ്റ്റീവ് റോജേഴ്സ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ പോരാടി മരിക്കും, പക്ഷെ തോറ്റു കൊടുക്കില്ല, പിന്തിരിഞ്ഞ് ഓടുകയുമില്ല. ഈ കാര്യം നിങ്ങൾ എന്നും ഓർമ്മ വെക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ സ്റ്റീവിനെ ഇടിച്ച് പഞ്ഞിക്കിട്ടുകൊണ്ടിരുന്നവന്റെ തോളത്ത് ഒരു കൈ വന്ന് പതിക്കുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, സ്റ്റീവിന്റെ ചങ്ക് കൂട്ടുകാരനായിട്ടുള്ള ബക്കി ബാൺസ് ആയിരുന്നു. നീ എന്റെ കൂട്ടുകാരന്റെ മേല് കൈ വെക്കാറായോടാ എന്ന് ചോദിച്ചിട്ട് അവനെ ബക്കി ചവിട്ടി ഓടിക്കുന്നു. ബക്കി സ്റ്റീവിനെ നോക്കി പറയുന്നു, എന്റെ പൊന്നു സ്റ്റീവേ, നീ എന്തിനാ എന്നും ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് അടി എരുന്ന് വാങ്ങുന്നത്? നിന്നെ പഞ്ഞിക്കിട്ട് ഇപ്പൊ രാജ്യത്തിലെ പഞ്ഞി മുഴുവൻ കഴിഞ്ഞുപോയി. എന്നും നിന്നെ ഒന്ന് രക്ഷിക്കാനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു വരില്ല കേട്ടോ. അതൊക്കെ പോട്ടെ, നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വന്നത്. എടാ, എനിക്ക് ആർമിയിൽ സെലക്ഷൻ കിട്ടി. ആർമി നമ്പർ 107ലേക്കാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അധികം താമസിക്കാതെ തന്നെ എനിക്ക് പോകേണ്ടി വരും. എന്റെ സ്റ്റീവേ, നീ ഇങ്ങോട്ട് വന്നേ. ഇനി നിന്നെ എന്നോ ഒന്ന് കാണാൻ പറ്റാ. നമ്മൾക്കിന്ന് അടിച്ചു പൊളിക്കണം. നമ്മളിന്നേ ഫ്യൂച്ചറിലേക്ക് ഒരു യാത്ര പോകുമ്പോ. അപ്പൊ സ്റ്റീവ് ചോദിക്കുന്നു, ഫ്യൂച്ചറിലേക്കോ? അതെങ്ങനെ? ഇന്ന് സിറ്റിയിൽ വെച്ചിട്ട് ഹോട്ട് സ്റ്റാർക്ക് നടത്തുന്ന ഒരു എക്സ്പോ ഉണ്ട്. ഇന്ന് ടെക്നോളജിയുടെ കാര്യത്തിൽ ഹോട്ട് സ്റ്റാർക്കിനെ വെട്ടിക്കാനായിട്ട് വേറെ ആരാ ഉള്ളത്? ആ എക്സ്പോ കാണാൻ പോവുകയാണെങ്കിൽ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് കാണിച്ചു തരും. അങ്ങനെ ബക്കിയും സ്റ്റീവും കൂടി കൃത്യസമയത്ത് എക്സ്പോ കാണാൻ പോകുന്നു. ഈ ഹോവാർഡ് സ്റ്റാർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം അയൺമാൻ അല്ലെങ്കിൽ ടോണി സ്റ്റാർക്കിന്റെ അച്ഛനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഹോവാർഡ് സ്റ്റാർക്കും അന്നത്തെ കാലത്ത് പേര് കേട്ട ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അവരെല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ ഹോവാർഡ് സ്റ്റാർക്ക് വേദിയിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹം പുതിയൊരു എക്സ്പെരിമെന്റ് കാണിക്കാനാണ് വന്നിട്ടുള്ളത്. അതായത് നിലത്ത് തൊടാതെ പറക്കുന്ന ഒരു കാറാണ് അദ്ദേഹം കാണിക്കാൻ പോകുന്നത്.
പതുക്കെ കുറച്ച് പ്രസംഗത്തിന് ശേഷം അദ്ദേഹം തന്റെ എക്സ്പെരിമെന്റ് കാണിക്കാൻ തുടങ്ങി. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യാൻ വന്ന എക്സ്പെരിമെന്റ് ഫെയിലായി. ആരും പേടിക്കണ്ട, പരീക്ഷണം മൂഞ്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വേദിയിൽ നിന്ന് പോകുന്നു. ബക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ സ്റ്റീവിനെ കാണാനില്ല. സ്റ്റീവ് ഈ സമയത്ത് എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു സ്ഥലത്തായിട്ട് ആർമിയുടെ പെയിന്റിങ്ങും കോസ്റ്റ്യൂംസും ഒക്കെ വെച്ചിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതിന്റെ മുന്നിൽ പോയി നോക്കുകയാണെങ്കിൽ നമ്മളുടെ മുഖം ആർമി സ്യൂട്ടിന്റെ തലയുടെ ഭാഗത്ത് വരുന്നത് കണ്ട് രോമാഞ്ചം കൊള്ളാൻ പറ്റുമായിരുന്നു. പക്ഷേ സ്റ്റീവിന് അതും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഹൈറ്റ് കുറവായതുകൊണ്ട് സ്റ്റീവിന്റെ തല കൃത്യം ആ സ്ഥലത്ത് വരുന്നുണ്ടായിരുന്നില്ല. ബക്കി സ്റ്റീവിനെ തെരഞ്ഞു കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അവന് ഉപദേശിക്കാൻ തുടങ്ങുന്നു. എന്റെ പൊന്നു സ്റ്റീവൻ, നിനക്ക് ഭ്രാന്താണോ? എത്ര നാളായി നീ ശ്രമിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് ഇതുവരെ കിട്ടിയില്ലല്ലോ. നിനക്കിനി ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ മര്യാദയ്ക്ക് വേറെ വല്ല ജോലി അന്വേഷിക്കുക. അപ്പൊ സ്റ്റീവ് പറയുന്നു, ബക്കി 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 പ്ലീസ്, നീ പലവട്ടം ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടുള്ളതാ. ബക്കി, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനും ഈ രാജ്യത്ത് ജനിച്ച ഒരാളല്ലേ. എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ രാജ്യത്തിന് വേണ്ടി പോരാടി മരിക്കണമെന്ന്? നീ എന്റെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ ബക്കി പറയുന്നു, എന്നാ പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. എടാ, എനിക്ക് പോവാൻ സമയമായി. ഇനി എന്നാ കാണാൻ പറ്റാന്ന് അറിയില്ല എന്ന് പറഞ്ഞ് പോവാനൊരുങ്ങിയ ബക്കിയോട് സ്റ്റീവ് പിന്നീന്ന് പറയുന്നു, ബക്കി, അവിടെ ചെന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ എന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവന്മാര് നിന്നെ തൊടില്ല. ബക്കി സ്റ്റീവിനോട് പറയുന്നു, എന്റെ പൊന്ന് സ്റ്റീവ്, ഒരു കാര്യത്തിന് പോകുമ്പോ പിന്നീന്ന് ചളിയടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇവന്റെ ഒരു കാര്യം. അപ്പൊ ശരി, പോട്ടറ നാറി. ഓക്കേടാ തണ്ടി, പോയിട്ട് വാ, നമുക്ക് ഇനിയും കാണാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പിരിയുന്നു. ബക്കിയും സ്റ്റീവും ഇത്ര കട്ട ചങ്കുകളായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്. സ്റ്റീവിനെ വില കുറച്ച് കാണാത്ത ഒരേ ഒരാള് ബക്കിയായിരുന്നു, അവന്റെ ആത്മാർത്ഥ സുഹൃത്ത്. ബക്കി പോയ സമയത്ത് ഉള്ളിലുള്ള വിഷമം സ്റ്റീവ് പുറത്ത് കാണിച്ചില്ല. ഇവരുടെ ഈ സംഭാഷണം മുഴുവൻ ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു, ഡോക്ടർ എബ്രഹാം എർസ്കിൻ. അദ്ദേഹത്തിന് മനസ്സിലായി സ്റ്റീവ് ഒരു മുടിഞ്ഞ രാജ്യസ്നേഹിയാണെന്ന്. ഇതേ സ്ഥലത്ത് ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. സ്റ്റീവിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എത്ര തോറ്റാലും ഒരിക്കലും ശ്രമം ഉപേക്ഷിക്കില്ല. അവൻ വീണ്ടും ആർമിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെന്നു. പലവട്ടം റിജക്റ്റ് ആയതുകൊണ്ട് തന്നെ സെയിം ആളാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ ജനിച്ച സ്ഥലം മാറ്റി മാറ്റി കൊടുത്താണ് സ്റ്റീവ് അപ്ലൈ ചെയ്തിരുന്നത്. പക്ഷെ ഈ വട്ടം സ്റ്റീവ് പല പ്രാവശ്യം റിജക്റ്റ് ആയതാണെന്നും കള്ളത്തരം കാണിച്ചാണ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നതെന്നും കണ്ടുപിടിച്ചു. സ്റ്റീവിനെ പുറത്താക്കുന്നതിന് മുൻപ് ഡോക്ടർ എർസ്കിൻ ഇടയ്ക്ക് കയറി ഇടപെടുന്നു. ഡോക്ടർ എർസ്കിൻ സ്റ്റീവിനോട് പറയുന്നു, മോനെ, നീ കള്ളത്തരം കാണിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. പല പ്രാവശ്യം പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നീ അപ്ലൈ ചെയ്യാറ്. നീ സത്യം പറയുകയാണെങ്കിൽ എനിക്കൊരു പക്ഷെ നിന്നെ സഹായിക്കാൻ പറ്റും. അപ്പോൾ സ്റ്റീവ് സത്യങ്ങളൊക്കെ ഡോക്ടറോട് പറയുന്നു. സാറേ, ഞാൻ ബ്രൂക്ലിൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. രാജ്യത്തിന് വേണ്ടി പോരാടി മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എന്റെ ശരീരത്തിന്റെ കുറവുകൾ കാരണം എനിക്ക് അതിന് ഇതുവരെ പറ്റിയിട്ടില്ല. ഡോക്ടർ ചോദിക്കുന്നു, ശരിക്കും നിന്റെ ആഗ്രഹം എന്താണ്? നമ്മളുടെ എതിരാളികളെയൊക്കെ പോയി കൊന്നൊടുക്കണമെന്നാണോ നിന്റെ ആഗ്രഹം? അപ്പൊ സ്റ്റീവ് പറയുന്നു, സാറേ, എനിക്കാരെയും കൊല്ലണമെന്നൊന്നും ഒരു ആഗ്രഹമില്ല. രാജ്യത്തിന് വേണ്ടി പോരാടണം എന്ന് മാത്രമാണ് എന്റെ ആഗ്രഹം. ഈ ഒരു ഉത്തരം തന്നെയായിരുന്നു ഡോക്ടറിനും കേൾക്കേണ്ടത്. അദ്ദേഹം ഒരു സ്പെഷ്യൽ പരിഗണന കൊടുത്ത് സ്റ്റീവിനെ ആർമിയിലേക്ക് എടുക്കുന്നു. നിങ്ങളിപ്പോൾ കാണുന്ന 1A എന്ന് പറയുന്ന സിംബൽ സൂചിപ്പിക്കുന്നത് ഫസ്റ്റ് അവെഞ്ചർ എന്നാണ്. ഒരു സൂപ്പർ സോൾജർ എക്സ്പെരിമെന്റ് നടക്കാൻ പോവുകയാണ്. അതായത് സൂപ്പർ സോൾജർ സിറം കുത്തിവെച്ച് ഒരു മനുഷ്യനെ പല മടങ്ങ് ശക്തനാക്കി മാറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് ആണത്. അതിലേക്ക് വേണ്ടിയിട്ടാണ് സ്റ്റീവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സമയത്ത് വേറെ എവിടെയും താവളം പണിയാൻ സ്ഥലമില്ലാതെ ഒരു മലയുടെ നടുക്ക് കൊണ്ടുപോയി താവളം പണിതിട്ട് നമ്മളുടെ വില്ലനായിട്ടുള്ള ജൊഹാൻ ഷ്മിറ്റും അയാളുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഡോക്ടർ സോളയും കൂടി ടെസ്റാക് ക്യൂബ് വെച്ച് ചില എക്സ്പെരിമെന്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ എക്സ്പെരിമെന്റ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ജൊഹാൻ ഷ്മിറ്റ് കണ്ടുപിടിച്ച ടെസ്റാക് ക്യൂബിന്റെ എനർജി അളക്കാൻ പറ്റാത്തതാണ്. അതിന്റെ എനർജിയെ വലിച്ചെടുത്ത് പുതിയ കൊലകൊല്ലി ആയുധങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ പരിപാടി. കുറെ നാളത്തെ പരിശ്രമത്തിന് ശേഷം അവർക്കത് സാധിക്കുകയും ചെയ്തു. ഇത് കണ്ട് ഡോക്ടർ സോള പറയുന്നു, സർ, ഇത് വെച്ച് നമ്മൾക്ക് ഏത് യുദ്ധം വേണമെങ്കിലും ജയിക്കാൻ സാധിക്കും. അപ്പോൾ ഷ്മിറ്റ് പറയുന്നു, അല്ല സോള, യുദ്ധമല്ല, നമ്മൾക്ക് ഇത് വെച്ച് ഈ ലോകം തന്നെ ജയിക്കാൻ സാധിക്കും. ഈ സമയത്ത് ആർമി ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ എർസ്കിൻ കാരണം ആർമി ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ സ്റ്റീവിനും സാധിച്ചു. ഇവരുടെ മേൽനോട്ടം നടത്തിയിരുന്നത് പെഗ്ഗി കാർട്ടർ എന്ന് പറയുന്ന ഒരു ഏജന്റ് ആയിരുന്നു. അവർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരുത്തൻ വിളിച്ചു പറയുന്നു, എന്താ മോനുസേ, ജാടയാണോ? അപ്പോ പെഗ്ഗി കാർട്ടർ പറയുന്നു, മോനുസേ, ഒന്ന് മുന്നിലോട്ട് നിൽക്കോ, ഈ ഫയൽ ഒന്ന് പിടിച്ച്. എന്നിട്ട് അവന്റെ തിരുമോന്ത നോക്കി ഒരു ഒറ്റയിടി.
ആർമി മേജർ ഇത് കണ്ടങ്ങോട്ട് വരുന്നു. എന്നിട്ട് വീണ് കിടന്നവനോട് ചോദിക്കുന്നു, മോനെ ഒന്നും പറ്റിയില്ലല്ലോ? അപ്പോ ഇടികൊണ്ട് നിലത്ത് വീണ് കിടന്ന നാറി എണീറ്റ് നിന്നിട്ട് പറയുന്നു, നോ സർ, ഒന്നും പറ്റിയില്ല. 4 പല്ല് ഒരു വയറ്റിലേക്ക് പോയി. അത് നാളെ രാവിലെ കിട്ടുമ്പോൾ എടുത്ത് ഫിറ്റ് ചെയ്തോളാം. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. കഠിനമായ ട്രെയിനിങ് വീണ്ടും ആരംഭിച്ചു. വളരെ കഷ്ടപ്പാടുള്ള ടാസ്കുകളാണ് ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നത്. സ്റ്റീവ് ഇതൊക്കെ ചെയ്യാൻ വളരെ കഷ്ടപ്പെട്ടു. കാരണം അവന്റെ ശരീരത്തിന് ബലമുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, കൂടെയുള്ള തെണ്ടികൾ അവനെ ഒരുപാട് ഉപദ്രവിക്കാനും തുടങ്ങി. But every army starts with that man. ഇതൊക്കെ സഹിച്ച് കടിച്ചു പിടിച്ച് അവൻ ഒരുവിധം ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക് ഒരു ഓഫീസർ പറയുന്നു, എല്ലാ വധുരികളും ഒരു മിനിറ്റ് ഇങ്ങോട്ട് നോക്ക്. നിങ്ങൾ ഈ കമ്പിയുടെ മുകളിൽ നിൽക്കുന്ന കൊടി കണ്ടില്ലേ? ഇത് 17 വർഷമായിട്ട് ഒരു വധൂരിക്ക് പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തിന് അത് എടുക്കാൻ പറ്റുമോ? അപ്പൊ മീനിന് തീറ്റ കിട്ടാൻ വേണ്ടി കടിപിടി കൂടുന്നത് പോലെ എല്ലാ തടിമാടന്മാരും കൂടിയിട്ട് കമ്പിയിൽ കയറി അത് എടുക്കാൻ നോക്കുന്നു. പക്ഷെ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ഒരുത്തിനും അത് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മളുടെ സ്റ്റീവ് റോജേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നേരെ പോയിട്ട് കൊടി കെട്ടിവെച്ചിരുന്ന കമ്പിയുടെ അടിഭാഗം ലൂസാക്കി കൊടി നിലത്തേക്ക് തട്ടിയിടുന്നു. എന്നിട്ട് നേരെ പോയി കൂളായിട്ട് ആ കൊടിയെടുത്ത് ഓഫീസറിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഓഫീസർ പറയുന്നു, മോനെ ഈ ബുദ്ധിയൊക്കെ നീ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? തല വെയിൽ കൊള്ളിക്കരുതട്ടാ, അമ്മാതിരി ബുദ്ധിയാണ് നിന്റെ. സത്യാവസ്ഥ പറയുകയാണെങ്കിൽ സ്റ്റീവ് ചെയ്തതിൽ എന്താ തെറ്റ്? കമ്പിക്കോടെ വലിഞ്ഞു കയറി തന്നെ കൊടിയെടുക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. അടുത്ത ദിവസം എന്താണ് ആരും കഞ്ഞിയൊന്നും കുടിച്ചിട്ടില്ലേ, പെട്ടെന്ന് പുഷപ്പ് എടുക്കെന്ന് പറഞ്ഞ് പെഗ്ഗി കാർട്ടർ അവരെ കൊണ്ടൊക്കെ പുഷപ്പ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് മേജറും ഡോക്ടർ എർസ്കിനും കൂടി അങ്ങോട്ട് വരുന്നു. മേജർ സ്റ്റീവിന്റെ അവസ്ഥ കണ്ടിട്ട് ഡോക്ടർ എർസ്കിനോട് ചോദിക്കുന്നു, എന്റെ പൊന്നു ഡോക്ടറെ, ഡോക്ടർക്ക് ഭ്രാന്താണോ? അതുകൊണ്ടാണോ ആ ചെക്കനെ തന്നെ എക്സ്പെരിമെന്റ് ചെയ്യാൻ തെരഞ്ഞെടുത്തത്? അവന്റെ കോലം ഒന്ന് നോക്ക്, ഞാൻ ഇവിടെ നിന്ന് ഊതി അവൻ അവിടെ വീഴും. ഇവന് വെച്ച് എങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന പറയുന്നത്? അപ്പൊ ഡോക്ടർ എർസ്കിൻ പറയുന്നു, എനിക്ക് അവന്റെ മേലെ നല്ല വിശ്വാസമുണ്ട്. ഇവിടെ കുറെ മല്ലന്മാര് നിൽക്കുന്നില്ലേ, ഇവരെക്കാളൊക്കെ മനസ്സിന് ശക്തി കൂടുതൽ സ്റ്റീവിനാണ്, അതെനിക്കറിയാം. എന്നാ പിന്നെ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് മേജർ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രനേഡ് എടുക്കുന്നു. എന്നിട്ട് ഗ്രനേഡിന്റെ പിന്നുരുന്നു. എല്ലാവരും ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇടയിലേക്ക് ഇടുന്നു. അവിടെ നിന്നിരുന്ന മല്ലന്മാരൊക്കെ ചിതറിയോടി. പക്ഷെ ഒരുത്തം മാത്രം, ഒരാൾ മാത്രം പേടിച്ചോടാതെ നേരെ ചാടി വന്ന് ഗ്രനേഡിന് ചുറ്റും കിടന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മളുടെ സ്റ്റീവ് റോജേഴ്സ് ആയിരുന്നു. അടുത്തേക്ക് വരാൻ നോക്കിയ പെഗ്ഗിയോട്, അടുത്തേക്ക് വരരുത്, വന്നാൽ അപകടമാണ്, ദൂരേക്ക് പോകുമെന്ന് പറഞ്ഞ് സ്റ്റീവ് അതിനെ വട്ടം കിടന്നു. സ്വന്തം ജീവൻ കളഞ്ഞ് മറ്റുള്ളവരെ രക്ഷിക്കാനാണ് സ്റ്റീവ് നോക്കിയത്. പക്ഷെ അതൊരു ശരിക്കുള്ള ഗ്രനേഡ് ആയിരുന്നില്ല, അതൊരു പൊട്ടാത്ത ഗ്രനേഡ് ആയിരുന്നു. ഇവരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഗ്രനേഡ് എടുത്ത് മേജർ എറിഞ്ഞത്. സ്റ്റീവ് റോജേഴ്സിന്റെ ഈ സ്മാർട്ട്നെസ് പെഗ്ഗിക്ക് ഇഷ്ടപ്പെടുന്നു. ഡോക്ടർ എർസ്കിൻ മേജറോട് പറയുന്നു, കണ്ടില്ലേ, ഇവന്റെ ഈ ഗുണങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇവനെ എക്സ്പെരിമെന്റിന് വേണ്ടി തെരഞ്ഞെടുത്തത്. പക്ഷെ മേജറിന് അപ്പോഴും സ്റ്റീവിനെ അത്ര പിടിച്ചിട്ടില്ലായിരുന്നു. സത്യത്തിൽ ഈ സീൻ നമ്മളെ കുറച്ച് വിഷമിപ്പിക്കുന്നുണ്ട്. തന്റെ ഈ ശരീരം വെച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കും സ്റ്റീവിന്റെ ചിന്ത. അതുകൊണ്ട് തന്റെ ജീവൻ കളഞ്ഞിട്ടായാലും വേറെ ഒരാളുടെ ജീവൻ രക്ഷിക്കാം എന്ന് കരുതിയിട്ടായിരിക്കാം സ്റ്റീവ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ട്രെയിനിങ് കാലഘട്ടം ഒരുവിധം കഴിഞ്ഞു. നാളെയാണ് സ്റ്റീവിന്റെ ശരീരത്തിൽ സൂപ്പർ സോൾജർ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ് സംഭവിക്കുക? സ്റ്റീവിന് എന്തു പറ്റും? ജീവിതത്തിൽ ഇത്രയും കാലം അനുഭവിച്ചു വന്ന അവഗണനയ്ക്കും കഷ്ടപ്പാടിനും പകരം എന്താണ് വിധി സ്റ്റീവിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്? അത് നമ്മൾക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ അടുത്ത പാർട്ടിന് വേണ്ടി കാത്തിരിക്കുക. കാരണം അടുത്ത പാർട്ട് മുതൽ ഒരു മരണമാസ് കഥാപാത്രമാണ് അവതരിക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പറയുന്നത് കൊണ്ട് ഓരോ വീഡിയോ കഴിയുമ്പോഴും ഞാൻ ഡീറ്റെയിലിംഗ്, അതായത് കഥ വിശദീകരിക്കുന്നത് കൂട്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് പറയണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്തിട്ട് മാത്രം പോവുക. ഇത്ര ഡീറ്റെയിലിംഗ് വേണ്ട എന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് പാർട്ടിൽ കാണുന്നത് വരെ once again it's me Amit signing out.